ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA പൊളിറ്റിക്കൽ സയൻസിൻ്റെ 5th സെമസ്റ്ററിനകത്ത് 5ാം സെമസ്റ്ററിനകത്ത് ഏതൊക്കെ പേപ്പറുകളുണ്ട്, അതിനകത്തുള്ള ഓപ്പൺ പേപ്പർ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണം തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 5th സെമസ്റ്ററിലെ പേപ്പറുകളെ കുറിച്ചുള്ള കൺഫ്യൂഷനും നമ്മൾ ഏതൊക്കെ ക്ലാസ്സുകളാണ് എടുക്കുന്നത് എന്നതിനെ കുറിച്ചുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA പൊളിറ്റിക്കൽ സയൻസിൻ്റെ സിലബസ് ആണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇത്രയും സെമസ്റ്ററുകൾ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് 2 സെമസ്റ്ററുകളാണുള്ളത്, 5th സെമസ്റ്ററും അതുപോലെ തന്നെ 6th സെമസ്റ്ററുമാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ 5th സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കോർ കോഴ്സ് 7, 8, 9, 10, പിന്നെ ഒരു ഓപ്പൺ കോഴ്സ്. ഇത്രയും പേപ്പറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഈ പ്രൊജക്റ്റ് 2 അവറാണ് കേട്ടോ. അത് റെഗുലർ കുട്ടികൾക്കുള്ളതാണ്, നമുക്കില്ല. അത് നമുക്ക് നോക്കണ്ട. പിന്നെ സെമസ്റ്റർ 6-നകത്ത് അതേപോലെ തന്നെ 11, 12, 13, 14, 14 പേപ്പർ കേട്ടോ. പിന്നെ ഒരു പിന്നെ എലക്റ്റീവ് പേപ്പർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 1, 2, 3, 4, 5 ഒരു എലക്റ്റീവ് പേപ്പർ ഉണ്ടായിരിക്കും. പിന്നെ ഒരു പിന്നെ പ്രൊജക്റ്റിന് പകരം നമുക്ക് പ്രൊജക്റ്റ് ഇല്ലല്ലോ, അപ്പോൾ അതിന് പകരം നമ്മളൊരു പേപ്പർ, റിസർച്ചിൻ്റെ ഒരു പേപ്പറാണ് പഠിക്കാനുണ്ടാവുക കേട്ടോ. അങ്ങനെ ഒരു പേപ്പർ ഉണ്ടാവും. അങ്ങനെ 6 പേപ്പർ ഉണ്ടാവും 6th കേട്ടോ. അപ്പോൾ അത് 6th ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാകണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പ്രൊജക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ അങ്ങനെ വരും കേട്ടോ. നമുക്ക് ഡിഗ്രി ചെയ്യുമ്പോൾ ലാസ്റ്റ് പ്രൊജക്റ്റ് ഉണ്ടാവും. റെഗുലർ കുട്ടികൾ പറയുന്നുണ്ട് പ്രൊജക്റ്റ് ഉണ്ട്. നമുക്ക് പ്രൊജക്റ്റ് ഉണ്ടാവില്ല, ഡിസ്റ്റൻസിന് പ്രൊജക്റ്റ് ഉണ്ടാവില്ല. പ്രൊജക്റ്റിന് പകരം നമ്മൾ റിസർച്ചിൻ്റെ ഒരു പേപ്പർ പഠിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും 5th പേപ്പറുകളെ കുറിച്ച് നോക്കാം. കോർ കോഴ്സ് 7, 8, 9, 10 കേട്ടോ. 4 പേപ്പർ. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ച പേപ്പറുകളാണ് കേട്ടോ. 1, 2, 3, 4, 5, 6 കണ്ടോ. ഈ 6 വരെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഏതൊക്കെ വരെ? ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി കണ്ടോ. ഫൗണ്ടേഷൻ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചു, കോൺസെപ്റ്റ് നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചു, ഇന്ത്യൻ ഗവൺമെൻറ്റും വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ തേർഡ് സെമ്മിൽ പഠിച്ചു, ആൻഷ്യൻ്റ് ആൻഡ് മിഡീവലും ഇഷ്യൂസും നമ്മൾ എവിടെ പഠിച്ചു? പിന്നെ 4th സെമ്മിൽ പഠിച്ചു. ഇനി നമുക്ക് 5th സെമ്മിൽ പഠിക്കാനുള്ളത് റിസർച്ച് മെത്തഡോളജി, മോഡേൺ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട്, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ കേരള, ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. ഇത്രയും പേപ്പറുകളാണ്, ഈ പ്രധാനപ്പെട്ട 4 പേപ്പറുകളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇതിനകത്ത് 5th സെമ്മിനകത്ത് നമ്മുടെ കോർ പേപ്പറായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ നമുക്കൊരു ഓപ്പൺ പേപ്പറാണ്. ഈ ഓപ്പൺ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ അറിയോ, നമ്മൾ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഓപ്പൺ പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് BA പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ BA പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാത്ത മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇപ്പോൾ BA സോഷ്യോളജിയോ BA ഹിസ്റ്ററിയോ BA എക്കണോമിക്സോ BA മലയാളമോ അങ്ങനെയുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി പിന്നെ പഠനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട്. അതായത് കുട്ടികൾ മറ്റു പഠന വിഷയങ്ങളിലും കൂടെ അറിവുണ്ടാകുന്ന കുട്ടികളാകണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അത്തരം പേപ്പറുകളൊക്കെ ഉൾപ്പെടുത്തുന്നത്. അവിടെ നിങ്ങൾക്ക് 13 തരം പേപ്പറുകളുണ്ട് കേട്ടോ. അപ്രീഷിയേറ്റിംഗ് ലിറ്ററേച്ചർ, ചരിത്ര പഠനം, സ്പോക്കൺ ഹിന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് 13 തരം പേപ്പറുകളുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്ന പേപ്പർ ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആസ് യു വിഷ്, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഏത് പേപ്പർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പറയുന്നത്, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നൊരു പേപ്പർ എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ ഒരു പേപ്പർ ഉണ്ട്. ഏതാണ് ആ പേപ്പർ? ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സോഷ്യോളജി പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഏറ്റവും എളുപ്പം പഠിക്കാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്കില്ലാണ്. അതായത് ഒരുപാട് മാർക്ക് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ലൈഫ് സ്കില്ലാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പറയുന്ന ഇപ്പോൾ എങ്ങനെയാണ് പ്രസംഗിക്കുക, എങ്ങനെയാണ് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അതുകൊണ്ട് തന്നെ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു വിഷയമുള്ളത്. അതുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്നതും നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത് ലൈഫ് സ്കിൽ ഡെവലപ്മെൻ്റ് ആകാരം. പിന്നെ ഒരുപാട് കുട്ടികൾ ചലച്ചിത്ര പഠനമൊക്കെ പറയുന്നുണ്ട്. ചലച്ചിത്ര പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളം പേപ്പർ ആണെങ്കിൽ കൂടിയിട്ട് സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സിനിമയുമായി വലിയ അറിവൊന്നുമില്ലാത്ത ആളുകൾക്ക് എങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാം, അല്ലെങ്കിൽ എങ്ങനെയാണ്, അങ്ങനെയുള്ള അതിൻ്റെ കുറേ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് മലയാള വിഷയമാണ്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം, ചലച്ചിത്ര പഠനം എടുക്കാം, അതിൻ്റെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണെങ്കിൽ അതെടുക്കാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത്, ഞാൻ ക്ലാസ് എടുക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ലൈഫ് സ്കിൽ ഡെവലപ്മെൻ്റ് ആയിരിക്കും. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴാണ് ഈ പേപ്പർ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ പേപ്പർ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ 5th സെമ്മിന് ഫീസ് അടച്ച് എക്സാം രജിസ്റ്റർ ചെയ്യുമല്ലോ, ആ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ,
ആ പേപ്പർ സെലക്ട് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. അതുവരെ ഞാനത് പഠിച്ചാൽ മതി. അതായത് ഇപ്പോൾ നിങ്ങൾ ആ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് പഠിച്ചാൽ മതി, മറിച്ച് എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ അതിൻ്റെ പേപ്പർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊന്നും ചെയ്യേണ്ടതില്ല. എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ 5th സെമ്മിൻ്റെ ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഏതാണെന്നുള്ളത് നിങ്ങൾ എവിടുന്ന് അക്ഷയ എന്നാണെങ്കിൽ അവിടുന്ന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള പേര് അവിടെ പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് കേട്ടോ, ആ വിഷയത്തിൻ്റെ പേരാണ് ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാവുന്ന ഒരു പേപ്പറാണ്. നമ്മൾ പിന്നെ മറ്റതൊക്കെ എഴുതുന്ന പോലെ തന്നെ മലയാളത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണെന്ത് ലൈഫ് സ്കിൽ 10ാമത്തെ പേപ്പർ കേട്ടോ, ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പൊളിറ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേപ്പർ ഉണ്ട്. അതല്ലാത്ത ഏത് പേപ്പർ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഈ 13 എണ്ണത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന 9ാമത്തെ പേപ്പർ അല്ലാത്ത എല്ലാ പേപ്പറും നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്ക് അതിന് ഏതെടുത്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. പക്ഷേ ക്ലാസ് അവൈലബിൾ ആയിട്ടുള്ളത് ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ചലച്ചിത്ര പഠനം എടുക്കുന്നവർക്ക് മലയാളത്തിൽ കുറച്ചൊക്കെ അറിവും കാര്യങ്ങളും ഈ സ്ക്രിപ്റ്റ് എഴുതുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ തോന്നുന്നു അതിനകത്ത്. അപ്പോൾ അങ്ങനെ ആ പേപ്പർ എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഒക്കത്തിൻ്റെയും ഇതുണ്ടോ, പിന്നെ സിനിമയുടെ തരംതിരിവുകൾ ഇതുണ്ടോ, ഫീച്ചർ ഫിലിം, ഷോർട്ട് ഫിലിം, ഡോക്യുമെൻ്ററി, ആനിമേഷൻ ഫിലിം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത്. ഇതുണ്ടോ തിരക്കഥ, അനുകൽപ്പനം കേട്ടോ, അങ്ങനെയുള്ള ചലച്ചിത്ര സങ്കേതങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കുറേ മലയാളത്തിൻ്റെ കുറേ സാധനങ്ങളാണ്. പിന്നെ കുറേ സിനിമയെക്കുറിച്ചും ചെമ്മീൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ചൊക്കെ എഴുതാനൊക്കെ ഉണ്ട്. അതുപോലെ പ്ലസിൻ്റെ കാഴ്ചയെക്കുറിച്ച് എഴുതാൻ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആ റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മലയാളം എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ പ്രസംഗിക്കുക, എങ്ങനെ ആശയവിനിമയം നടത്തുക, രണ്ടാളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് ഒരുപാട് ഉപകാരമാണ് ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ. നമുക്ക് തന്നെ നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉയർത്താനും അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഉയർത്താനും, നമുക്ക് എങ്ങനെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നന്നായിട്ട് നമുക്ക് നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാം, അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ മെച്ചപ്പെടുത്താൻ അല്ലേ. ഇപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് കുറേ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെക്കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത്, അവരുടെയൊക്കെ ഉള്ളിൽ നമ്മളെക്കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത്, അതിൽ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമുക്ക് മാറ്റം വരുത്തണം. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ മെച്ചപ്പെടുത്താനും നമ്മുടെ കരിയറിനെ മെച്ചപ്പെടുത്താനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു നല്ല വിഷയമാണ്. അതായത് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ എല്ലാ തലത്തിലും. അതായത് ഇപ്പോൾ നമുക്ക് പിന്നെ അക്കാദമിക്കലി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണലി നമുക്ക് ഉയരാൻ ആവശ്യമായ ഒരുപാട് വിവരങ്ങൾ നമുക്കന്ന് കിട്ടും. പിന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എക്സാം സിമ്പിളായിട്ട് എഴുതാൻ പറ്റും, നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിശദീകരിച്ച് കാര്യങ്ങൾ എഴുതാൻ പറ്റുന്ന ഒരു പേപ്പർ. അങ്ങനെ രണ്ടുകൊണ്ടും എക്സാം എഴുതാനാണെങ്കിലും നമുക്ക് ഉപകാരമാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പേപ്പറും കൂടിയാണ് എന്ത് ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയുമാണ് 5th സെമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേപ്പർ സെലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. അപ്പോൾ ഞാനത് ശരിക്കും ഒരു വോയിസ് ആയിട്ട് ഇട്ടാൽ മതി. പക്ഷേ വോയിസ് ആയിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക സംശയങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പിന്നെ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും എനിക്ക് കാണിച്ചു തരാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് കേട്ടോ. അതല്ലാതെ നമ്മൾ പിന്നെ പേപ്പർ സെലക്ഷന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ റിസർച്ച് മെത്തഡോളജി, മോഡേൺ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ കേരള, ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ പൊളിറ്റിക്സ്, അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തില്ല, കോമൺ പേപ്പറുകളോ കോംപ്ലിമെൻ്ററി പേപ്പറുകളോ ഒന്നും തന്നെ ഇല്ല. അതായത് ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയുള്ള പേപ്പറുകളോ കോംപ്ലിമെൻ്ററി പേപ്പർ, ഹിസ്റ്ററി, പൊളിറ്റിക്സ് അങ്ങനെയുള്ള ഒരു പേപ്പറിന് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇനി 6th പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് എന്ത് തന്നെയാണ്, ഒരുപാട് പൊളിറ്റിക്സിൻ്റെ പേപ്പറാണ്. ഇപ്പോൾ ഈ സെമ്മിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ട്, കേരളത്തിൻ്റെ പൊളിറ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ട്, വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് നമുക്ക് പഠിക്കാനുണ്ട്, പിന്നെ റിസർച്ച് മെത്തഡോളജിയാണ്. റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഗവേഷണം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ പുതിയ അറിവുണ്ടാക്കണം. അപ്പോൾ പൊളിറ്റിക്സിലാണെങ്കിൽ കുറേ പഠനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ പഠനങ്ങളിലൂടെ നമുക്ക് എങ്ങനെ പുതിയ അറിവുണ്ടാക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സിമ്പിൾ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെമോ ക്ലാസ്സുകൾ ഓരോ ക്ലാസ്സും തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ യൂട്യൂബിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ജനറൽ ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജനറൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിനകത്ത് നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡെമോ ക്ലാസ്സുകളും ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതൊക്കെ കണ്ട് ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉറപ്പ് വരുത്തി ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ വീഡിയോയുടെ എൻഡ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാം. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇത്രയുമാണ് 5th സെമ്മിൽ പേപ്പർ സെലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും 5th സെമ്മിൽ 4th സെമ്മിൽ കൂടെ ഉണ്ടായിരുന്ന പോലെ തന്നെ ആ ഒരു സപ്പോർട്ടും ആ ഒരു എനർജിയോട് കൂടിയിട്ട്
ഫിഫ്ത്ത് സെമ്മിൽ ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കണം. കാരണം 4th സെമ്മ് നമുക്ക് ഈ ഒരു ജൂലൈയിലാണ് എക്സാം കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫിഫ്ത്ത് സെമ്മിന് നമുക്ക് അധികം സമയം കുറവാകാരം. എങ്കിലും നമ്മൾ എല്ലാ സമയം മാക്സിമം ഉപയോഗിച്ചിട്ട് എല്ലാ വിഷയത്തിനും നമുക്ക് ഒരുമിച്ച് തുടങ്ങി കഴിഞ്ഞ സെമ്മ് പോലെ തന്നെ, കഴിഞ്ഞ സെമ്മ് നിങ്ങൾക്ക് അറിയാം, ഒരു എക്സാമിന് ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ എല്ലാ സിലബസും മൊത്തം കവർ ചെയ്തു. പിന്നെ നമ്മൾ MCQ മറ്റു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ ആയിട്ട് ആ ഒരു മാസം പോയി. അത് വളരെ നല്ലൊരു പാറ്റേൺ ആണ്, ഒരുപാട് നല്ല റിസൾട്ട് ഉണ്ടാകാൻ പറ്റിയൊരു രീതിയാണ്. അപ്പോൾ ആ രീതി തന്നെ നമുക്ക് ഈ ഒരു സെമ്മിൽ നമുക്ക് ഫോളോ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഒരു എക്സാമിൻ്റെ ഒരു മാസം മുമ്പായിട്ട് ഫുള്ള് സിലബസ് കവർ ചെയ്യണം. പിന്നെ ഓരോ വിഷയത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ തന്നെ MCQ ഡിസ്കഷനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള സമയം കൂടെ ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാവാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷോ മലയാളമോ ഒന്നും തന്നെ അല്ല, എല്ലാം പൊളിറ്റിക്സിൻ്റെ പേപ്പറുകളാണ്, എല്ലാം നമ്മുടെ പേപ്പറുകളാണ്. അതുകൊണ്ട് മാക്സിമം പഠിച്ച് മാക്സിമം മാർക്ക് നിങ്ങളിവിടെ സ്കോർ ചെയ്യണം. ആ സ്കോറിംഗ് ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ റിസൾട്ടിൻ്റെ മൊത്തത്തിലുള്ള മാർക്കിലേക്ക് വരുന്നത്. ഞാൻ സ്റ്റാറ്റസ് ഇടുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഓരോ കുട്ടികൾ അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷന് എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഇപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. കുട്ടികൾ ഓരോരുത്തർ ഇങ്ങനെ റിസൾട്ട്, പിന്നെ ഗ്രാജുവേഷൻ സെറിമണിക്ക് പോയ കുട്ടികൾ അവരുടെ റിസൾട്ട് ഇങ്ങനെ അയച്ചു തരുന്നത്, അല്ലെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് അയച്ചു തരുന്നൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊരു മോട്ടിവേഷനാണ്. ആ മോട്ടിവേഷനിലേക്ക് നിങ്ങൾ എത്തണം. അതുപോലെ തന്നെ അതേപോലെ നിങ്ങളുടേത് സ്റ്റാറ്റസ് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്ര മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 5th-ലും 6th-ലും നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. നന്നായിട്ട് പഠിച്ച് ഇവിടെ ഫുള്ള് മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം. കാരണം അവിടെ അപ്പുറത്ത് ഇംഗ്ലീഷിലൊക്കെ കുറേ മാർക്കുകൾ നമുക്ക് പോയിട്ടുണ്ടാവും, ഇംഗ്ലീഷിലൊക്കെ നമുക്ക് കുറച്ചൊക്കെ മാർക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള മാർക്ക് കൂട്ടാൻ നമുക്ക് 5th-ഉം 6th-ഉം എന്ത് ചെയ്യും, ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ആ കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു 5th-ൽ പഠിക്കാനുള്ള പേപ്പറുകൾ. കറക്റ്റാണല്ലോ, 4 മെയിൻ പേപ്പറും ഒരു ഓപ്പൺ പേപ്പറും കേട്ടോ. ഓപ്പൺ പേപ്പർ എല്ലാവരും ലൈഫ് സ്കിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതിൻ്റെ ക്ലാസ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഓപ്പൺ പേപ്പർ അല്ലെങ്കിൽ 5th സെമ്മിൽ ഏതൊക്കെ പേപ്പറുകളാണ് പഠിക്കാനുള്ളത് എന്നുള്ള കൺഫ്യൂഷൻ അത് തീർത്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ് തുടങ്ങും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെമോ ക്ലാസ്സൊക്കെ ഞാൻ അതാത് സമയത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഗ്രൂപ്പിലൊക്കെ അയക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പിന്തുണക്കുക, വിജയിപ്പിക്കുക. ഓക്കെ.